ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി ചെട്ടിനാടൻ ചിക്കൻ കറിയാണ്. ചെട്ടിനാടൻ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ചിക്കൻ കറിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ് ചെട്ടിനാടൻ ചിക്കൻ കറിക്ക്. ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്നും ഒരുപോലെ വെക്കുന്നതിനേക്കാളും വ്യത്യസ്തമായ രീതിയിൽ ഇതേപോലെയുള്ള കറികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചെട്ടിനാടൻ ചിക്കൻ കറി എങ്ങനെയാണെന്ന് വെക്കാൻ നോക്കാം. അതിനുവേണ്ടി 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോടുള്ള പീസാണ്. ഫ്രൈ പാനിലേക്ക് ഞാൻ 3 ടീസ്പൂൺ എന്നളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എന്നളവിൽ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകാണ്. 2 ടീസ്പൂൺ എന്നളവിൽ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3 ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 6-7 ഗ്രാമ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉണക്കമുളകാണ്. 4 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കൈകൊണ്ട്. ചെട്ടിനാടൻ ചിക്കൻ കറി പറയുമ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ കുരുമുളകും ഉണക്കമുളകും മുളക് പൊടിയൊക്കെ ഇതിൽ വരുന്നുണ്ട്. എല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമുക്കിതിലേക്ക് 1/2 മൂടി തേങ്ങ ചുരണ്ടിയതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ ഒരു ഗോൾഡൻ കളറാവണ വരെ വറുത്തെടുക്കണം. ചെട്ടിനാടൻ ചിക്കൻ കറിക്ക് പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും തരുന്ന ഒരു സാധനമാണ് കൽപ്പാസി എന്ന് പറയും. അത് നമുക്ക് മണമൊന്നും ഉണ്ടാവാറില്ല, പക്ഷെ കറിക്ക് ഇടുമ്പോഴാണ് പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും കിട്ടുക. സ്പൈസസൊക്കെ വാങ്ങുന്ന ഷോപ്പുകളിലൊക്കെ കിട്ടാവുന്നുള്ളൂ. ഇനി ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ തേങ്ങ നല്ല മൊരിയിച്ച പോലെ വറുത്തെടുക്കുക. ഇനി തേങ്ങ വറുത്തെടുത്ത് നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാത്ത പോലെ നൈസായിട്ട് വേണം അരച്ചെടുക്കാൻ. മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ തരിയില്ലാത്ത രീതിയിൽ നൈസായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നല്ലപോലെ അരച്ചില്ലെങ്കിൽ കറി ഒരു പിരിഞ്ഞ ടെക്സ്ചറായിരിക്കും, കുറുകിയ രീതിയിലും ആയിരിക്കില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ എന്നളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ എന്നളവിൽ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരുംജീരകമൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് 2 സവോള വളരെ കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. 2 തക്കാളി വളരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6-7 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചതച്ചെടുത്തതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. സവാള നല്ലപോലെ വഴറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. സവാള അതേപോലെ ഒരുവിധം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പച്ചമണം പോണ വരെ വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ എന്നളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ എന്നളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ എന്നളവിൽ സാദാ മുളക് പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട്. കുരുമുളകും ഉണക്കമുളകും ഒക്കെ ചേർത്തിയാണ് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തി കൊടുക്കുന്നുള്ളൂ. ചെട്ടിനാടൻ ചിക്കൻ കറി പറയുമ്പോൾ കുറച്ച് സ്പൈസി ആയിരിക്കും, എന്നാലും ഞാൻ എരിവൊക്കെ വളരെയധികം കുറച്ചിട്ടുണ്ട്. എരിവ് അധികം താല്പര്യമില്ലാത്തവർ ഈ രീതിയിൽ ചെയ്താൽ മതി. ഇതിലേക്ക് 2 തക്കാളി വളരെ കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് 1-2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഡിസ്പോസിബിൾ പ്ലേറ്റ് കളയാതെ ഞാൻ പപ്പടക്കോൽ വെച്ച് കുറച്ച് ഹോൾസുകൾ ഉണ്ടാക്കിയതാണ്. നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മസാലയൊക്കെ പിടിക്കണ പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ചിക്കൻ വെന്ത് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൺചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് വെള്ളത്തിൻ്റെ അംശം വറ്റും. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച കാരണം വെള്ളത്തിൻ്റെ അംശമൊന്നും വറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് ചേർത്തിയ കൂട്ടും കൂടി ചേർത്തി കൊടുക്കാം. അരച്ച കൂട്ട് ചേർത്തതിന് ശേഷം 3-4 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. നമ്മുടെ ചെട്ടിനാടൻ ചിക്കൻ കറി റെഡിയായി. ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഞാൻ തൂക്കി കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവറാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ തന്നെയാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോസ് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.